മാളവികയുടെ ഉള്ളിനുള്ളിൽ ഒരു സിനിമ മോഹി ഉണ്ടായിരുന്നു അല്ലേ? ഡെഫിനറ്റ്ലി. അത് കാരണം ഞാൻ വളർന്നതൊക്കെ മിക്കവാറും ഞാൻ സെറ്റിലൊക്കെ കയറി ഇറങ്ങി തന്നെയാണ്. ഞാൻ എന്റെ ചൈൽഡ്ഹുഡ് അതായിരുന്നു. ഇപ്പൊ അപ്പാടെ സെറ്റിൽ പോവുക. ഇവിടെ ചെന്നൈയിലായിരുന്നു ആ ഏർലി 2000 ടൈമിലൊക്കെ എല്ലാ ഷൂട്ടിങ്ങും ചെന്നൈയിലായിരുന്നു. അപ്പൊ AVM പിന്നെ കുശാൽ ദാസ് വേറൊരു ഷൂട്ടിംഗ് ഹൗസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും. ഐ വാസ് കംഫർട്ടബിൾ ഇൻ എ ഷൂട്ടിംഗ് സെറ്റ്. പിന്നെ അപ്പോൾ ഡെഫിനറ്റ്ലി അത് മൈൻഡിന്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ എന്താ ഒരു ഏജ് ആയപ്പോഴത്തേക്കും പിന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഇതിപ്പോഴും ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ഒരു എന്താ ഒരു ഇൻസെക്യൂരിറ്റി വന്നു അത് കാരണം. പിന്നെ അത് മെലിഞ്ഞപ്പോഴും ആ ഇൻസെക്യൂരിറ്റി അപ്പോഴും അത് ഉണ്ടായിരുന്നു. കാരണം നമ്മളെ കൊണ്ട് പറ്റുവോ, ഈ ബോഡി ഷേമിങ് അത് ഇതൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെയാണ്. ആ സ്കൂൾ ടൈമിലൊക്കെ ഭയങ്കര ബോഡി ഷേമിങ്. ഇപ്പോഴാണ് പിന്നെയും ഇപ്പോഴത്തെ ജനറേഷനാണ് കുറച്ചും കൂടെ അവെയർ ആയിരിക്കുന്നത്, അങ്ങനെ സെൻസിറ്റീവ് ആയിട്ട് വേണം സംസാരിക്കാൻ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞാൻ അങ്ങനെ ഒരു കൺട്രോൾഡ് ആയത്, ഒരു റിസർവ്ഡ് ആയതാണ്. പക്ഷെ വീട്ടിലെപ്പോഴും ഞാനാണ് ക്ലൗൺ, ക്ലാസ് ക്ലൗൺ എന്ന് പറയുന്ന പോലെ വീട്ടിലെ ക്ലൗൺ ഞാനാണ്. അപ്പൊ ഞാൻ അങ്ങനെ പുറത്ത് ഞാൻ അങ്ങനെ എക്സ്പ്രസീവ് ആയിട്ട് കാണിച്ചിട്ടില്ല. പിന്നെ എനിക്ക് പിന്നീട് തോന്നി ഒരു പാൻഡമിക് സമയമൊക്കെ ആയപ്പോ യു ഓൺലി ലിവ് വൺസ്. അപ്പൊ നമുക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം ചെയ്യുക. സോ അതുകൊണ്ട് ആ ഷെല്ലിന്ന് എനിക്ക് ബ്രേക്ക് ഓപ്പൺ ആവണം എന്നുണ്ടായിരുന്നു. അങ്ങനെ 2-3 വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തു, തിയേറ്റർ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തു. ഇവിടം വരെ എത്തി. അത് ദാറ്റ് വർക്ക്ഷോപ്സ് ഹെൽപ് മീ. പിന്നെ കുറച്ചും കൂടെ മോഡലിംഗ് അതിന് വേണ്ടിയിട്ടാണ് തുടങ്ങി, കുറച്ചും കൂടെ സെൽഫ് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടം വരെ എത്തി. ഒരു സിനിമ താരമാകണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് അച്ഛന്റെയോ അമ്മയുടെയോ ഏതെങ്കിലും സിനിമകൾ കണ്ട് ഇതുപോലെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അമ്മയുടെ സിനിമകൾ കണ്ടിട്ടില്ല എന്നുള്ളത് കുറെ പേർക്ക് അറിയാം. അതെ, ഇത് എല്ലാ ഇന്റർവ്യൂവിലും മാളവിക പറയും. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കും ഓക്കെ രണ്ട് സിനിമയെങ്കിലും ഇപ്പൊ കണ്ടിട്ടുണ്ടാകും. കൂടുതലും ഞാൻ അമ്മയെ ആസ് എ ഡാൻസർ ആണ് ഞാൻ അഡ്മയർ ചെയ്തിരിക്കുന്നത്. അമ്മയുടെ മിക്കവാറും എല്ലാ ഡാൻസ് പ്രോഗ്രാംസിന്റെയും ബാക്ക് സ്റ്റേജിൽ ഞാൻ ഉണ്ടാവാറുണ്ട്. സോ അമ്മയെ ആസ് എ ആക്ട്രസിന് എനിക്കിങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല ആസ് ഇൻ ഇറ്റ് വാസ് വേ ബിഫോർ ഐ വാസ് ബോൺ. പിന്നെ ഞാൻ അങ്ങനെ സിനിമകൾ എനിക്ക് ചെറുപ്പം മുതലേ അമ്മയുടെ സിനിമകൾ കണ്ട് ഞാൻ എന്തോ കരയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു എനിക്ക്. പ്രശ്നമുണ്ടോ? ആ ചെറുപ്പത്തില് കുഞ്ഞിലെ 2-3 വയസ്സുള്ളപ്പോ. പിന്നെ അത് അങ്ങനെ ക്യാരി ഓൺ ആയി. പിന്നെ അമ്മയുടെ പടങ്ങൾ അങ്ങനെ കാണാൻ ഇരുന്നിട്ടില്ല. പിന്നെ അപ്പടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കണ്ണന്റെയും ആണ്. അപ്പടെ ഏറ്റവും ഫേവറേറ്റ് മൂവി ഏതാ? അപ്പാടെ ഒരുപാടുണ്ട്. അങ്ങനെ അപ്പാടെ കമേഴ്ഷ്യൽ മൂവീസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതല്ലാണ്ട് ഉള്ള വെരി തിയേറ്ററിക്കൽ പെർഫോമൻസസ് എന്ന് പറയുന്ന നടൻ എന്നുള്ള മൂവി ഭയങ്കര ഇഷ്ടമാണ്. അമ്മ മോളും ഒരേ പോലെ കേട്ടോ, രണ്ടുപേർക്കും ഒരേ ഇഷ്ടമാണ്. എസ്തെറ്റിക്സ് ഞങ്ങളുടെ സെയിം ആണല്ലേ?